നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സരിഷാറസൻ. അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ ചെയ്തതിന് വേണ്ടി നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ഒരു പീസ് കാർഡ്ബോർഡും കുറച്ച് തെർമോക്കോളും ഈ ഒരു ഗോൾഡൻ അക്രിലിക് കളറും മാത്രമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വലിപ്പത്തിലുള്ള 3 കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു കുഞ്ഞു ചന്ദ്രൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ സ്കെച്ച് ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ള 3 ചന്ദ്രനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലൊരു കുഞ്ഞു ചന്ദ്രനെയും കൂടി വരച്ചിട്ട് പേപ്പർ കട്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് ഒരേ അളവിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരെണ്ണത്തിൽ വരച്ച് വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി 2 എണ്ണത്തിലും അതേ അളവിൽ വരച്ചിട്ട് വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരു ചാക്ക് നൂലുകൊണ്ട് ഈ കാർഡ്ബോർഡിന്റെ സൈഡിലായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇനി അത് ഇതുപോലെ ഒരേ സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വല്ലാണ്ട് വലിഞ്ഞു മുറുകി കഴിഞ്ഞാൽ നമ്മുടെ അമ്പിളി മാമന്റെ ഷേപ്പ് മാറിപ്പോവും. അന്നത് ലൂസായിട്ടാണ് ചുറ്റണമെങ്കിലോ ചെയ്തു വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇങ്ങനെ വലിഞ്ഞു മുറുക്കി ചെയ്തിട്ട് ഞാൻ ആദ്യം എടുത്തൊരു കാർഡ്ബോർഡിന്റെ പീസ് ആകെ ചുക്കി ചുളിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അധികം മുറുക്കവും അധികം അയഞ്ഞും അല്ലാത്ത രീതിയിൽ ഇതൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡിലോട്ട് നമ്മൾ മുഴുവനായിട്ട് ചുറ്റിയെടുത്തു. ഇനി തിരിച്ചും അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ചുറ്റിയെടുക്കാം കേട്ടോ. വെറുതെ ചാക്കുനൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പം ഇതുപോലെ അധികം അടുത്തും ആവരുത്, എന്നാൽ അധികം അകന്നും ആവാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന പോലെ നമ്മൾ ഈ ചാക്കുനൂല് മുഴുവനായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചാക്കുനൂല് ചുറ്റിയെടുത്ത ചന്ദ്രനില്ലേ, അതിന്റെ 2 സൈഡിലായിട്ടും നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത കാർഡ്ബോർഡിന്റെ പീസ് എന്തെങ്കിലും ഒരു ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ 3 കാർഡ്ബോർഡ് പീസും കൂടി ഒട്ടിച്ചു കഴിയുമ്പോൾ അതൊരൊറ്റ പീസായിട്ട് തോന്നണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കാർഡ്ബോർഡ് തള്ളി നിൽക്കാതെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഉപയോഗിച്ചത്. അതല്ലെങ്കിൽ ഫെവിക്കോളോ ഫെവിബോണ്ടോ ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ തന്നെ ഈ മുകളിലത്തെ ഭാഗം നമുക്കൊന്ന് കീറിയെടുക്കാം. കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ഈ ചന്ദ്രൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ 3 കാർഡ്ബോർഡും ആ ഇടയിലുള്ള ചാക്കുനൂലും ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇതിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതൊരൊറ്റ പീസാണെന്നേ തോന്നുള്ളൂ കേട്ടോ. കാർഡ്ബോർഡിന്റെ പീസസ് ഇതുപോലെ വെട്ടിയെടുത്ത് നമ്മുടെ അമ്പിളി മാമന്റെ ഉൾഭാഗത്ത് കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അവിടെ ഇവിടെയായിട്ട് പൊങ്ങി നിൽക്കുന്ന ഈ പേപ്പറിന്റെ ഭാഗങ്ങളൊക്കെ ഒരു കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ പെട്ടെന്നൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. കാർഡ്ബോർഡിൽ അടിച്ചതുകൊണ്ടായിരിക്കാം അതൊരു ഡള്ളായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ സ്പ്രേ പെയിന്റ് ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമ്മുടെ ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് ഞാനിത് മുഴുവനായിട്ട് ഒന്നുകൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പ്രേ പെയിന്റ് ഞാൻ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഈ ചാക്കുനൂല് ഓരോന്ന് പെയിന്റ് ചെയ്ത് വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോവും. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചത്. പക്ഷെ അത് ഒട്ടും ഭംഗിയായില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചാക്കുനൂല്
കുറച്ച് ഗോൾഡൻ അക്രിലിക് കളർ പെയിൻറ്റ് കയ്യിലെടുത്തിട്ട് ഈ ചാക്കുനൂല് മുഴുവനായിട്ട് ഇതുപോലെ പുരട്ടണം. എന്നിട്ട് വേണം ഇതിൽ ചുറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കത്രിക ഉപയോഗിച്ച് നമ്മൾ ആ കാർഡ്ബോർഡിൽ എഴുതിയതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൽ ഓരോരോ അക്ഷരങ്ങളും ഇതുപോലെ മെല്ലെ 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 ഇരുന്നിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പതുക്കെ 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 സമയമെടുത്ത് ചെയ്യണം. ഈ അക്ഷരങ്ങൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വിട്ടു പോവാണ്ട് നോക്കണം. ഇനി ഈ പേൾ മെറ്റാലിക് കളർ ഉപയോഗിച്ച് നമ്മുടെ ഈദ് മുബാറക്കിന് നമുക്കൊരു തിളക്കം കൊടുക്കാം. ഈ ഈദ് മുബാറക്കിനൊക്കെ എഴുതിയത് ചുമരിലൊരു വാൾ ഡെക്കറായിട്ട് വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഡൈനിങ് ടേബിളിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഞാൻ 2 തെർമോക്കോളിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തേതിനേക്കാളും കുറച്ച് നീളവും വീതിയും കുറവാണ് കേട്ടോ രണ്ടാമത്തതിന്. ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കിതൊന്നും ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂവിന് എപ്പോഴും 2 ലെയർ ഉണ്ടാവും. അതിന് ഓരോരോ ലെയറായിട്ട് എടുത്ത് കയ്യിലിട്ടൊന്ന് ചുരുട്ടി പിന്നെ ഒന്ന് നിവർത്തി ഈ തെർമോക്കോൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊന്നും വെച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് ടീസ്പൂൺ ഫെവിക്കോളും 1 ടീസ്പൂൺ വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്തതാണിത്. ഇനി നമ്മുടെ പെയിൻറ്റിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടിഷ്യൂവിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടിഷ്യൂവിലെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് നമ്മുടെ തെർമോക്കോളിൽ ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് കളർ കൊണ്ട് തന്നെ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല ആൻറ്റിക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ആണെന്നൊന്നും ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ അരികൊക്കെ നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. തെർമോക്കോളിലെ പെയിൻറ്റ് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചത്. ടിഷ്യൂവിന് പകരം വേണമെങ്കിൽ പേപ്പർ ഒട്ടിക്കാം. പക്ഷെ ടിഷ്യൂ നമ്മളിങ്ങനെ ചുരുട്ടി ഒട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലെ പഴയൊരു ഗോൾഡൻ കളർ ലേസ് ഉണ്ടായിരുന്നു. ഇതൊന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് 2 ലെയറിലായിട്ട് ഞാൻ ആ ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങി നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ അമ്പിളി മാമനെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചിട്ടും ഇതിന് ചെറിയൊരാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എന്നെ ചെറിയ കഷ്ണം ഒടിച്ചിട്ട് ഇടയിലായിട്ടൊന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പിളിമാമൻ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കത്രിക ഉപയോഗിച്ച് ഈ ചന്ദ്രക്കലയുടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുത്ത് ഈ ഈദ് മുബാറക്കിന് എഴുതിയത് അതിലോട്ടൊന്ന് ഇച്ചിരി ഒന്ന് ഇറക്കി വെച്ചിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേബിളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടി അതിൽ ഉൾപ്പെടുത്ത്. ഡൈനിങ് ടേബിളിലാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുക്കില്ലേ, അപ്പോൾ അത് കീറി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഈദ് ആശംസ.